നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പ്രതിയെക്കുറിച്ച് ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അതാ പറഞ്ഞത്, നമുക്ക് കൺഫർമേഷൻ ആവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ആ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാവില്ല. നമുക്ക് വ്യക്തമായ സൂചനകൾ കിട്ടിയിട്ടുണ്ട്. പ്രതിയിലേക്ക് ഉടനെ തന്നെ നമ്മൾ എത്തിച്ചേരും. വളരെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് മർഡേഴ്സ് നടന്നിരിക്കുന്നത്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും മൃതദേഹങ്ങൾ 2 വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോൾ FIR രജിസ്ട്രേഷൻ പൂർത്തിയായതിനു ശേഷം ശാസ്ത്രീയ പരിശോധനകൾ, വീഡിയോ ദൃശ്യത്തിൻ്റെ സഹിതം ശാസ്ത്രീയ പരിശോധനകൾ, ഡോഗ് സ്ക്വാഡിൻ്റെ പരിശോധന, ഫിംഗർ പ്രിന്റ് പരിശോധന, ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. വീടിന്റെ ഫ്രണ്ട് ഡോറ് തുറന്നാണ് കയറിയിരിക്കുന്നത്. അത് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തൊട്ട് സൈഡിൽ ജനാല തുറന്നിട്ടാണ് ഇത് തുറന്നിരിക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വെപ്പൺ എടുത്തിരിക്കുന്നതും ഈ വീടിന്റെ ഔട്ട് ഹൗസിൽ നിന്നാണ് വെപ്പൺ എടുത്തിരിക്കുന്നത്. ആ വെപ്പണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെപ്പൺ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കോടാലിയാണ്. അമ്മിക്കല്ല് നമുക്ക് തോന്നുന്നത് ഫ്രണ്ട് ഡോറ് ബ്രേക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നതാണ്. അത് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അവിടെ തന്നെ ഇട്ടിരിക്കുകയാണ്. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ. വളരെയധികം പേരെ സംശയിക്കുന്നുണ്ട്. അത് ഒരു വ്യക്തിയാണ്. അതാ പറഞ്ഞത്, നമുക്ക് കൃത്യമായിട്ടുള്ള സൂചനകളുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടിക്കും. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫർമേഷൻ തരാം. ജോലിക്കാരി കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരെ കുറിച്ചിട്ടൊക്കെ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഇല്ല, കസ്റ്റഡിയിൽ പ്രതികളൊന്നും കസ്റ്റഡിയിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. അങ്ങനെയും പറയാറായിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഉടനെ പിടിക്കും. മകന്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് 2018 സംഭവിച്ച ഒരു മരണമായിരുന്നു. അതെ, അദ്ദേഹം തന്നെ ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് കേസ് നടത്തി അത് CBIക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് ഫയൽസ് എല്ലാം CBIക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ നടത്തുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സൂചനയുണ്ട്? സൂചന രാത്രിയിലാവാനാണ് മോസ്റ്റ് പ്രോബബിലിറ്റി. DVR നമുക്ക് ഇവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. DVR മിസ്സിംഗ് ആണ്. അങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഒന്നും തോന്നുന്നില്ല ഇത് കണ്ടിട്ട്. വ്യക്തിപരമാണെന്നാണ് നമുക്കിപ്പോ പറയാൻ സാധിക്കുക. അത് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരു കേസായിരുന്നു. അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. നമ്മൾ പരിശോധിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുണ്ട്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട ടൗൺ ഏരിയയിലെ CCTVകൾ പരിശോധിക്കുന്നുണ്ട്. അത് ഈ മാസം ആദ്യമാണ് പുറത്തിറങ്ങിയത്. ഇല്ല, സോഫാർ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. ഇല്ല, യാതൊരുവിധ വിജയകുമാറിന്റെ പരാതിയൊന്നും അങ്ങനെയൊന്നും ലഭ്യമായിട്ടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. പ്രതിയെപ്പറ്റിയുള്ള വളരെ പ്രധാനപ്പെട്ട സൂചനകളുണ്ട് എന്നാണ് കോട്ടയം SP പറഞ്ഞത്. പക്ഷേ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല, ആരെയും നിരീക്ഷണത്തിലാക്കിയിട്ടില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത്. അന്വേഷണം നടക്കുകയാണ്. മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണോ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നത് സംബന്ധിച്ച് പോലീസിന് ഈ ഘട്ടത്തിൽ കാര്യമായ സൂചനകളില്ല എന്ന് വേണം കരുതാൻ. എന്തായാലും അതിലെ സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഈ വിജയകുമാർ എന്ന കൊല്ലപ്പെട്ട അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നുണ്ട്. വളരെ വിശദമായ അന്വേഷണം ഇതിനോടകം നടക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ വീട്ടിനകത്തേത് ലഭ്യമല്ലെങ്കിലും പരിസര പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ ഒരിക്കൽ കൂടി ചേരുന്നു. ടോബി, ആരും കസ്റ്റഡിയിലില്ല, എന്നാൽ പ്രധാനപ്പെട്ട സൂചനകളുണ്ട്. ഇതാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ചില സൂചനകൾ ലഭിക്കും എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആ വീട്ടിലുണ്ടായിരുന്ന ഇതര സംസ്ഥാനക്കാരനായ തൊഴിലാളി, അയാളെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് സ്ഥിരീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല, അല്ലേ?
തീർച്ചയായിട്ടും പോലീസിന്റെ സർവൈലൻസിലുണ്ട് എന്നുള്ള വിവരം തന്നെയാണ്. നമ്മൾ നേരത്തെയും തന്നെ അതിലൊരു സംശയമുണ്ടായിരുന്നു. കാരണം നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് കസ്റ്റഡിയിലുണ്ട് എന്നുള്ള സൂചന മാത്രമായിരുന്നു നമ്മൾ പങ്കുവച്ചത്. അത് തന്നെയാണ് എസ് പിയും പറഞ്ഞിരിക്കുന്നത്. ഈ എസ് പിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതേ സംഭവം തന്നെയാണ്. അതായത് ഇവിടെ ജോലിക്ക് നിന്നിരുന്ന ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ആ പ്രശ്നങ്ങൾ, ആർക്കൊക്കെയാണ് വ്യക്തിവൈരാഗ്യമുള്ളത്, ആ കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ്. എന്തായാലും ഒന്നിലധികം ആളുകൾ ചേർന്നുള്ള ഒരു അതിക്രമമോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ അല്ല. അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായിട്ടുള്ള ചില കാരണങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിജിലൻസ് സംഘം ഇവിടെ എത്തിയിരുന്നു. അത് ഒരുപക്ഷെ ഈ എല്ലാ സാധ്യതകളും, ഏതൊക്കെ സാധ്യതകളുണ്ട് ഈ കൊലപാതകത്തിലേക്ക് ഒരാളെ പ്രേരിപ്പിക്കാൻ ഏതൊക്കെ സാധ്യതകളുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ജില്ലയിലെ ഒരു പ്രമുഖ വ്യവസായി എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതാണ്. അതുകൊണ്ടാകാം വിജിലൻസ് സംഘം എത്തിയത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. അതിന് ഒരാളെ സംശയിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വ്യക്തിയെ സംശയമുണ്ട്. ആ വ്യക്തി സർവൈലൻസിലുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഈ വീടിനെ കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാളാണ്. അത് കൂടി പോലീസ് എടുത്തു പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന DVR അല്ലെങ്കിൽ ഈ CCTVയുടെ സ്റ്റോറേജ്, ആ ഹാർഡ് ഡിസ്ക് ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറേജും കാര്യങ്ങളും CCTVയും ഒക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി. ഒപ്പം തന്നെ ഇത്രയും വലിയൊരു മതിലാണ്, വലിയ ഗേറ്റ് ഉണ്ട്. ആ ഇതുവഴി ഗേറ്റ് തുറക്കാതെ അകത്ത് കയറാൻ എങ്ങനെ സാധിക്കും? റിമോട്ട് ഉപയോഗിച്ച് തുറക്കുന്ന ഗേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് പറ്റുന്ന വഴി ഏതാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തി. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന്റെ തെളിവുകളായി പോലീസ് സംശയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് കോട്ടയം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പോലീസിന് വളരെ പ്രധാനപ്പെട്ട നിർണായക സൂചനകൾ ഈ പ്രതിയെപ്പറ്റി, അയാളുടെ പശ്ചാത്തലം സംബന്ധിച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. വ്യക്തിപരമായ തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിന് കാരണമായതെന്നതടക്കം പോലീസ് ഏറെക്കുറെ പറയുകയും ചെയ്യുന്നുണ്ട്. പ്രതിയിലേക്ക് എത്താൻ പറ്റുന്ന വിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. പ്രതി കസ്റ്റഡിയിലുണ്ട് എന്ന സൂചനയുണ്ടെങ്കിലും അത് പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. വൈകാതെ ഒരുപക്ഷെ അതിൽ കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പോലീസ് വെളിപ്പെടുത്തിയേക്കും. ടോബി ജോൺസൺ ആണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്.